ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് സാമ്പ്രാണിക്കൊടി. സമൃദ്ധമായ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ജലപാതകളുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഇന്ന് സാമ്പ്രാണിക്കൊടിയിലേക്കാണ് ഒരു ട്രിപ്പ് പോകുന്നത്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് സാമ്പ്രാണിക്കൊടി ദ്വീപ്. ഈ ദ്വീപിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനായി നമ്മൾ ഇവിടെ ഒരു എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. കൊല്ലത്തിൻ്റെ പ്രധാന നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിലെ ദ്വീപിലേക്ക് പ്രധാന ഭൂപ്രദേശമായ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് ബോട്ട് സർവീസുകൾ വഴി നമുക്ക് എത്തിച്ചേരാം. അവിശ്വസനീയമാംവിധം മനോഹരമായ ഈ സ്ഥലത്തിലൂടെ 30 മിനിറ്റ് ക്രൂയിസ് യാത്ര DTPC നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് 150 എന്ന നിരക്കിലാണ് നമ്മൾ ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എടുത്ത ശേഷം നമ്മൾ ബോട്ട് സർവീസിലേക്ക് കയറാൻ പോവുകയാണ്. നിരവധി ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. വളരെ സേഫ്റ്റിയോടുകൂടി തന്നെയാണ് ഈ സർവീസ് അവർ നടത്തപ്പെടുന്നത്. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ടിക്കറ്റിൽ ബോട്ടിൻ്റെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിൽ നിന്നും യാത്ര ആരംഭിച്ച് നേരെ നമ്മൾ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ആ സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നത്. ബോട്ടിനുള്ളിൽ കയറുമ്പോൾ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മളുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലൂസിന് ജാക്കറ്റ് ഇടുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അല്ലൂസിന് ചേട്ടൻ മടിയിൽ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് അവനെ ഇരുത്തിയിരിക്കുന്നത്. വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഈ ഒരു കായൽ കാണുമ്പോൾ നല്ല പേടി തോന്നുമെങ്കിലും നമ്മൾ അങ്ങോട്ട് അടുക്കും തോറും അതിൻ്റെ ആഴം അറിയാൻ പോകുന്നതേയുള്ളൂ. നിരവധി കപ്പലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് സർവീസ് നടത്തുന്നത്. ഓരോ കപ്പലിനും ഓരോ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ചുറ്റും മരങ്ങൾ, കണ്ടൽക്കാടുകളാണ് അതെല്ലാം. ആ കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് നമുക്ക് ഇറങ്ങേണ്ട സ്പോട്ടിലേക്കാണ് ഈ ബോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബോട്ടിൽ നിന്നും സേഫ്റ്റി ആയിട്ട് ഇറങ്ങാൻ പാകത്തിന് വിധം മരങ്ങൾ കൊണ്ടിട്ട് ഒരു സ്പോട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങി ചെരുപ്പ് ഊരിയിട്ട ശേഷം ഞങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെരുപ്പ് ഊരിയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അടിത്തട്ടെന്ന് അറിയത്തില്ല. നടന്നു നോക്കിയാൽ മാത്രമേ അറിയൂ. അല്ലൂനെയും കൊണ്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ആഴം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ലല്ലോ. എന്നാൽ പോലും അവൻ്റെ നെഞ്ചിൻ്റെ അവിടം വരെയായിരുന്നു വെള്ളത്തിൻ്റെ ആഴമുണ്ടായിരുന്നത്. എല്ലാ സ്പോട്ടിലും ഒരേപോലെ വെള്ളത്തിന് ആഴമില്ല. ചിലയിടങ്ങളിൽ നമുക്ക് മുട്ടിന് താഴെയും ചിലയിടങ്ങളിൽ മുട്ടിൻ്റെ അവിടം വരെയും ചിലയിടങ്ങളിൽ നെഞ്ചിൻ്റെ അവിടം വരെയൊക്കെ ആഴം ഉണ്ടായിരുന്നു. ആഴം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാണ് ഓരോരോ സ്പോട്ടുകൾ. ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്നെഴുതിയിരിക്കുന്ന ഒരു ലോഗോ നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ നമുക്ക് ചെന്നിരുന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം. അത്ര മനോഹരമായിട്ടാണ് അവർ ആ ഒരു ഇറങ്ങി ചെല്ലുന്ന ആ ഒരു സ്പോട്ടിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു നമ്മളവിടെ പോയിരുന്നത്. പ്രത്യേകിച്ച് വിഷുവും വെക്കേഷനും ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് ഒരുപാട് പേര് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. രാവിലെയാണ് നമ്മൾ അവിടെ പോയിരുന്നത്. കണ്ടൽക്കാടിനിടയിലൂടെയുള്ള സ്പോട്ടിൽ വഴി അജിഷണ്ണും അല്ലൂസും അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ വെള്ളത്തിന് എത്രത്തോളം ആഴം ഉണ്ടെന്ന് അറിയില്ല. അപ്പുറത്തെ സ്പോട്ടിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മനോഹരമായ ഒരു വ്യൂ ആണ്. നമ്മൾ ബോട്ടിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസും അവിടെ നിന്ന് കാണാം. അതുപോലെ തന്നെ അവിടെ കുറേ ഫുഡിൻ്റെ ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും ഉപ്പിലിട്ട ഐറ്റംസ് ആണ് കേട്ടോ. അതായത് പൈനാപ്പിള്, മാങ്ങ, നെല്ലിക്ക,
സ്പെഷ്യലായിട്ട് അവിടെ കപ്പയും കക്കയിറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് അവിടെ വെള്ളത്തിനകത്ത് തന്നെയാണ് ഇരിക്കാൻ സ്പോട്ടുണ്ട്. വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരുന്ന് ആ ഇരിക്കുന്ന സ്പോട്ടിൽ വന്നിരുന്നിട്ട് നമുക്ക് ഈ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാം. പക്ഷേ വേസ്റ്റ് മാത്രം അവിടെ എങ്ങും ഇടരുത്. അതിന് പ്രത്യേകം അവർ വേസ്റ്റ് ഇടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മരങ്ങളുടെ കുറ്റികൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നത് കാണാനാണ് കേട്ടോ ഏറ്റവും രസം. കുറേ ചേച്ചിമാരുടെ ഉപജീവന മാർഗമാണ് ഈ കാണുന്ന ഫുഡിൻ്റെ ചെറിയ ചെറിയ സ്പോട്ടുകൾ. കടപുഴകി വീണതാണോ അതോ അവരിയ്ക്കാനായിട്ട് അറേഞ്ച് ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല. നല്ല നല്ല മരങ്ങളൊക്കെ ആ വെള്ളത്തിൽ ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതിലൊക്കെ ആജീഷേട്ടനും അല്ലൂസും ഒക്കെ കയറിയിരുന്ന് കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല കാറ്റും അതുപോലെ തന്നെ വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു തണുപ്പൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ചൂട് സത്യത്തിൽ നല്ല വെയിലുണ്ട്, എന്നാൽ നമ്മളത് അറിയുന്നില്ല എന്ന് വേണം പറയാൻ. പൊക്കം കുറഞ്ഞ മരങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മരത്തിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാം. നമുക്ക് അവിടെ കയറി കുറച്ച് നേരം റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരിക്കാം. ഒരുപാട് വള്ളങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ സ്പോട്ട് ഫുള്ള് വള്ളത്തിൽ പോയി കണ്ട് വരാം. അതിന് വേണ്ടിയിട്ടാണ് ആ വള്ളങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് പ്രത്യേക പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അല്ലൂസിൻ്റെ കൺട്രോൾ പോകും. കാരണം വെള്ളത്തിൽ കളിക്കുന്നത് പോലെ അവന് ഇഷ്ടമുള്ള മറ്റൊരു കാര്യമില്ല. അവൻ ഇറങ്ങിയപ്പോഴേ അവൻ്റെ തല വരെ അങ്ങ് മുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ആഴമില്ല, എന്നാൽ പോലും അവൻ്റെ തല വരെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തതുകൊണ്ട് അത് വലിയ കാര്യമാക്കിയില്ല. അത്ര നല്ല വെള്ളമല്ല, എന്നാൽ പോലും നമുക്ക് കുഴപ്പമില്ല. വെള്ളമാണെങ്കിൽ പോലും നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പാകത്തിന് 2-3 അവരുടെ ലോഗോ പതിപ്പിച്ച സ്പോട്ടുകൾ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ഫാമിലിയും ഒരു ഫ്രണ്ട്സുമൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്, നല്ല വ്യൂ ആണ് അവിടെ. കണ്ടോ, ആ കാടിനിടയിലായിട്ട് ആ വള്ളം അങ്ങനെ അടുക്കി കിടക്കുന്നതാണ് ഒരു പ്രത്യേക രസമില്ല. അതും വള്ളമെന്ന് പറയുമ്പോൾ പല നിറത്തിലുള്ള വള്ളമാണ് കേട്ടോ. നമ്മളവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഒരു ഫാമിലി വന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാമെന്ന് അജീഷേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അജീഷേട്ടൻ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിലുപരി ഈ ഫാമിലിക്കൊപ്പം ഒരു അപ്പൂപ്പനും കൂടി അവരുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, വളരെ കൂൾ ആൻഡ് ചില്ലായിട്ടുള്ള ഒരു അപ്പൂപ്പനായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു വൈബാണ്. ആ ഫാമിലി ശരിക്കും ലക്കിയാണ് കേട്ടോ. നമ്മുടെ കൂടെ പണ്ടത്തെ മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ നന്നായിട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അവരങ്ങ് ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. ഇത്രയും ലോങ്ങിൽ നിന്നും ഇവിടെ വന്ന് ഈ ഒരു സ്പോട്ട് കാണണമെങ്കിൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ വെള്ളത്തിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ അവിടെ വള്ളത്തിൽ ഒരുപാട് ഫാമിലീസ് പോകുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണാനാണ്. വള്ളത്തിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ പിന്നെ ആ ഫാമിലിയെ കണ്ടുമുട്ടി കേട്ടോ. അവിടെ ഒരു വള്ളം കിടക്കുന്നതിൽ കയറിയിട്ട് അവർ വഞ്ചിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പൂപ്പന് നന്നായിട്ട് കൈയൊക്കെ അടിച്ചിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. നമ്മളതിൻ്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടവർ ചോദിച്ചപ്പോൾ യൂട്യൂബ് ചാനലിനെ പറ്റി പറയുകയും അതിൻ്റെ പേരൊക്കെ അവർ ചോദിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടുള്ളൊരു ഫാമിലി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആ അപ്പൂപ്പൻ ഇനി എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലൂസ് അടങ്ങിയ ഒരു സ്പോട്ടിൽ നിൽക്കില്ല. അവന് വെള്ളത്തിൽ അങ്ങനെ നടക്കണം, ഓടിച്ചാടി നടക്കണം, അവന് വെള്ളം തെറിപ്പിക്കണം, അങ്ങനെ ആകെ ബഹളമാണ് അവൻ. നോക്കിക്കേ, നമ്മുടെ ഫ്രെയിമിൽ നിന്നും ആ ഫാമിലി മാറുന്നേ ഇല്ല. കണ്ടോ, അവർ ആ അപ്പൂപ്പനെ കെയർ ചെയ്യുന്ന രീതി കണ്ടോ, കൈ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്ത് രസമാണല്ലേ ഇത് കാണാൻ. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ 3-4 ഫാമിലിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. യാദൃശ്ചികമായി ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിലൂടെയൊക്കെയാണ് പരിചയപ്പെട്ടത്. വളരെ നല്ല നല്ല ആൾക്കാർ. ഒരുപാട് കറങ്ങി നടന്ന് ക്ഷീണിച്ച് നമ്മളൊരു സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു എൻട്രൻസ് ആണിത്. ഇവിടെ ഫോട്ടോ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ഫോട്ടോ ഒരുപാട് പേര് എടുക്കുന്നത് കണ്ടതുകൊണ്ട് നമ്മളങ്ങ് നടന്നു പോയതാണ്. തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അവിടെ ഒരു മരത്തിൻ്റെ ചില്ല ഇങ്ങനെ വെള്ളത്തിലോട്ട് കിടക്കുന്നതിൽ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു.
നമ്മളവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഫാമിലി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവരുടെ കൂട്ടത്തിലൊരു അമ്മുമ്മയുണ്ടായിരുന്നു. ആ അമ്മുമ്മയ്ക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മരത്തിലേക്ക് കയറാനൊരു ചെറിയ പേടി. അതിന് അജീഷേട്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അമ്മുമ്മയുടെ കൈ പിടിച്ചിട്ട് ആ മരത്തിൻ്റെ ചില്ലയിലൊന്ന് പിടിച്ചുകൊണ്ട് നിർത്തിയൊരു ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ ആൾക്ക് ഭയങ്കര പേടി, തെന്നുവോ വീഴുവോ എന്നൊക്കെയുള്ള പേടിയാണ്. ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചവിടെ കയറ്റി ഇരുത്തിയല്ല ചെയ്തത്, ശരിക്കും പിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ഫാമിലി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നിന്ന് നമ്മൾ നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ വീഡിയോയ്ക്കൊപ്പം ഉൾപ്പെടുത്തുന്നുണ്ട്. കുറച്ച് നേരം അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ പിന്നെയും വീണ്ടും നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. മാക്സിമം നമ്മൾ ഒരു രാവിലെ മുതൽ ഉച്ച വരെ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും എത്തിയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കരമായിട്ട് ഒരു യൂട്യൂബർ നിന്ന് വ്ളോഗ് ചെയ്യുകയാണ്. ആ വ്ളോഗിനകത്ത് ഞങ്ങൾ ചെന്ന് പെട്ടിട്ടുണ്ട്. അല്ലൂസ് വള്ളം പോകുമ്പോഴത്തേക്ക് വള്ളത്തിൽ ചെന്ന് കുളിക്കുക, ആൾക്കാരെ വീഴ്ത്തിയിടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പോട്ട് കണ്ടോ, ഇവിടെ ഇച്ചിരി ആഴം കൂടുതലാണ്. നമ്മളവിടെ ചുറ്റിക്കറങ്ങി നടന്നതിൽ ഈ ഒരു സ്പോട്ടിലാണ് കുറച്ച് വെള്ളം കൂടുതലുള്ളതായിട്ട് തോന്നിയത്. കണ്ടില്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചെസ്റ്റിൻ്റെ അവിടെ വരെ ചില സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടെന്ന്, അതിവിടെയാണ്. വള്ളത്തിൽ പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ തന്നെ അവർ ബോർഡിൽ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. വള്ളം യാത്ര ആസ്വദിക്കേണ്ടവർക്ക് ആ ബോർഡ് വായിച്ച ശേഷം വള്ളത്തിൽ പോകാവുന്നതാണ്. നേരം പോകും തോറും തിരക്ക് കൂടി വന്നുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലൂസിൻ്റെ അലമ്പൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ആൾ പറഞ്ഞാൽ കേൾക്കാത്ത വിധമൊക്കെ വെള്ളത്തിൽ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആരും പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ആ വെള്ളത്തിൽ ചെരുപ്പിടാതെയാണ് നടന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ നടന്നിട്ട് അപ്പോഴൊന്നും നമുക്കൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ഈ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഈ കുളിക്കാനൊക്കെ കയറിയ സമയത്താണ് അവിടെ ചെരുപ്പിടാതെ നടന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. കാരണം അവിടുത്തെ അടിത്തട്ടിൽ കല്ലിലും മണ്ണിലും ഒക്കെ എറിഞ്ഞ് കാലിൻ്റെ അടിഭാഗം എല്ലാം നല്ല മുറിവുകളുണ്ടായിട്ടുണ്ടായിരുന്നു. അല്ലൂസിൻ്റെ കാലിൽ അവിടെ വെച്ച് തന്നെ ഒരു ചെറിയ മുറിവുണ്ടായിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. എന്നാൽ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കാലിൻ്റെ അടിഭാഗം നോക്കിയപ്പോഴാണ് പോറിക്കിടക്കുന്നത് കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വലിയൊരു കാര്യം തന്നെയാണ്. സൂക്ഷിച്ച് നടക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ അടിത്തട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അടിത്തട്ട് നമുക്ക് കാണാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയും പോകുന്നവരെല്ലാം നന്നായിട്ട് സൂക്ഷിക്കുക. നമ്മളുടെ കാലിൻ്റെ അടിഭാഗമൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ അറിയുന്നുണ്ടായിരിക്കത്തില്ല. ഒരുപാട് നടന്ന് തളർന്ന് ക്ഷീണിച്ച് നമ്മൾ കുറച്ച് നേരം അവിടുത്തെ ഒരു സ്പോട്ടിൽ മുകളിൽ കയറി നിന്നിട്ട് കുറച്ച് മുകളിലത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. അഷ്ടമുടി തടാകത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണിക്കൊടി ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ കന്യകാ സൗന്ദര്യം അനുഭവിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു മനോഹരമായ ദ്വീപാണ്. മനോഹരമായ തടാകങ്ങൾ നിറഞ്ഞ ശാന്തമായ കായലിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ സാമ്പ്രാണിക്കൊടി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നേ ഞാൻ പറയൂ. ഈ സാമ്പ്രാണിക്കൊടിക്കൊരു ഐതിഹ്യമുണ്ട്. പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നാട്ടുകാർ ഈ കപ്പലുകളെ ചമ്പ്രാണി എന്ന് വിളിച്ചിരുന്നു. പിന്നീട് ഈ സ്ഥലം സാമ്പ്രാണിക്കൊടി എന്ന് അറിയപ്പെട്ടു. ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി കുഴിച്ചെടുത്ത മണ്ണ് കായലിൽ അടഞ്ഞുകൂടിയപ്പോഴാണ് സാമ്പ്രാണി ദ്വീപ് രൂപപ്പെട്ടത്. സാമ്പ്രാണിക്കൊടി തീരത്ത് നിന്നും ഏകദേശം 350 മീറ്റർ അകലെ അഷ്ടമുടി തടാകത്തിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇടുങ്ങിയ ഭൂമി പൊങ്ങി വന്നു. ആ നിർമ്മാണത്തിനായി കുഴിച്ചെടുത്ത മണ്ണ് കായലിൽ തള്ളിയതോടെ അത് പൂർണ്ണമായും ഒരു ദ്വീപായി മാറി. വീണ്ടും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോകാനുള്ള ആ ഒരു ഇതൊക്കെ നോക്കുകയാണ്. കാരണം നമ്മൾ പോകേണ്ട ബോട്ട് വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി
സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഉച്ച സമയമായിട്ടുണ്ട്, നല്ല വിശപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലൂസ് കുറച്ച് വയലൻ്റായി തുടങ്ങിയതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. സാമ്പ്രാണിക്കൊടിയിൽ നിന്നും ദ്വീപിലേക്കുള്ള ദൂരം ഏകദേശം 400 മീറ്ററാണ്. മത്സ്യത്തൊഴിലാളികളുടെയും താമസക്കാരുടെയും അഭിപ്രായത്തിൽ 50 മീറ്റർ ഭാഗത്തിന് മാത്രമേ ഗണ്യമായ ആഴമുള്ളൂ. സാമ്പ്രാണിക്കൊടിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്നും കൊല്ലം ബീച്ചിലേക്കും ആശ്രമം മൈതാനത്തിലെ റോബോട്ടിക് ഷോ കാണാനുമാണ് പോയിരുന്നത്. സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള യാത്ര ഇതാദ്യമായിരുന്നുവെങ്കിലും ഇതിനു മുമ്പ് ഞങ്ങൾ മാൻഡ്രോത്തുരുത്തിൽ പോയിട്ടുള്ളതിനാൽ ഇവിടെ നിന്നും വളരെ അടുത്തായിരുന്നാലും നമ്മൾ മാൻഡ്രോത്തുരുത്തിലേക്ക് പോകാൻ നിന്നിരുന്നില്ല. കാരണം മുമ്പൊരിക്കൽ പോയി അതിൻ്റെ ഭംഗി വളരെയധികം ആസ്വദിച്ചതായിരുന്നു. സാമ്പ്രാണിക്കൊടിയിലെ ഞങ്ങളുടെ ഈ യാത്രയും ഞാൻ ഈ നൽകിയ വിവരണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടിയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബായ്.